തുടക്കത്തിൽ കാണിക്കുന്നത് ത്രിലോചൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ബോന്ദിത വന്നിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് ത്രിലോചൻ പറയാണ്, മതി ഇനി നീ പോയിട്ട് അനിരുദ്ധിനെ സമാധാനിപ്പിക്കാൻ നോക്കുക, അവൻ്റെ ദേഷ്യമൊക്കെ മാറ്റാൻ നോക്കുമെന്ന് പറയുമ്പോൾ ബോന്ദിത പറയുന്നുണ്ട്, ആദ്യം കാക്കാ സസുർജി എന്തെങ്കിലും എടുത്ത് തിന്ന്, ഞാൻ കൊടുക്കുന്ന ഭക്ഷണമല്ലേ അതിൽ നിന്ന് കഴിക്കാൻ തുടങ്ങുക, എന്നാലാ ഞാൻ പോവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ സത്യമൊക്കെ ഇടുന്നുണ്ട് ആൾ. ബോന്ദിത എങ്ങനെ സത്യം ചങ്കിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ സത്യം ഇടില്ലേ അവൾ. അപ്പോൾ അതേപോലെ സത്യം എന്നൊക്കെ ത്രിലോചനും പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ് ആദ്യം കഴിക്കാൻ തുടങ്ങുന്നത്, പിന്നെയും പറയുമ്പോൾ ത്രിലോചൻ അത് കഴിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അവൾ ചിരിക്കുകയാണ്. അങ്ങനെ അവൾ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ബട്ടൂക്ക് അനിരുദ്ധിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നാളത്തെ പരിപാടിയുടെ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ അങ്ങനെ ബട്ടൂക്കാണെങ്കിൽ ആകെ മടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ബോന്ദിത വന്നിട്ട് ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ബട്ടൂക്ക് പറയാണ്, എന്താ സഹായിക്കുന്നത്, ഫുള്ളാ ചെയ്തോ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എണീച്ചിട്ട് ഓടുകയാണ്. അപ്പോൾ അങ്ങനെ ബട്ടൂക്കിനെ അനിരുദ്ധ് വിളിക്കുന്നുണ്ടെങ്കിൽ അവൻ എവിടെയും നോക്കാതെ മടിച്ചിട്ട് ഓടുകയാണ്. അപ്പോൾ അങ്ങനെ ബോന്ദിത അവിടെ വന്നിട്ട് വെട്ടി ഇടാനൊക്കെ നോക്കുന്നുണ്ട് ആ പേപ്പർ. അപ്പോൾ വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ വെട്ടുക, ഇതെങ്ങനെ വെച്ചാൽ ഭംഗി ഉണ്ടാവാന്നൊക്കെ വെറുതെ അവനെ മിണ്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അവൻ പിണങ്ങിയിരിക്കില്ല അവളോട് മിണ്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവൾ ചോദിക്കുന്നുണ്ട്, പക്ഷെ അവനൊന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവനോട് അവൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മുഖം രസഗുള പോലെ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനെ തിരിച്ച് മിണ്ടിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, കണ്ടില്ലേ നീ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാണ്ടാക്കി, നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ജോലി ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബട്ടൂക്കിനെ വിളിക്കുന്നുണ്ട് അവൻ. അപ്പോൾ അവൾ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എണീച്ചിട്ട് പോവുകയാണ്. എന്നിട്ട് അവൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടില്ലേ ഒരു വക്കീലിൻ്റെ തൊപ്പി, ആ തൊപ്പി ഇട്ടിട്ട് അവൾ വരുന്നുണ്ട്. അപ്പോൾ അവളിനെ ആ രൂപത്തിൽ കണ്ടിട്ട് അനിരുദ്ധിന് നല്ല സന്തോഷമാവുകയാണ്. അവൻ്റെ ആഗ്രഹമല്ലേ അവളൊരു വക്കീലായി കാണണമെന്ന്. അപ്പോൾ അങ്ങനെ അവൻ ചിരിക്കുന്നുണ്ട്, പക്ഷെ അത് അവളെ കാണിക്കുന്നില്ല. അങ്ങനെ ബോന്ദിത തൊപ്പിയിട്ട് വന്നിട്ട് ശരിക്കും വക്കീൽ സംസാരിക്കുന്നത് പോലെ അവനോട് സംസാരിക്കുകയാണ്. എൻ്റെ ഭാഗം പറയാൻ എനിക്കിവിടെ ഒരാളും എൻ്റെ ഭാഗം കേൾക്കുന്നില്ല, അതിന് മുമ്പ് തന്നെ പിണങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വക്കീൽ എങ്ങനെ നമ്മളൊരു കോടതിയിൽ വാദിക്കുക, അപ്പോൾ അതേപോലെ തന്നെ അതേ രീതിയിൽ തന്നെ ബോന്ദിത അനിരുദ്ധിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ ചിരി വരുന്നുണ്ടെങ്കിലും ഒരു ജഡ്ജ് എങ്ങനെ സംസാരിക്കുക അതേപോലെ അവനും പറയുന്നുണ്ട്, നിൻ്റെ ഭാഗം നിനക്ക് പറയാനുള്ള അനുമതി തന്നിരിക്കുന്നു, നീ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ പറയുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ടാണ് ആ ബിഹാരി കല്യാണം കഴിക്കാൻ വന്നതൊക്കെ പറയാൻ പറ്റാഞ്ഞെന്നറിയും, ഞാൻ നിങ്ങൾ വയ്യാതെ കിടക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അപ്പോഴേക്കും അല്ല ഞാൻ പറയാൻ വരുമ്പോഴേക്കുമാണ് അച്ഛനും സമ്പൂർണ്ണ ചേച്ചിയും കൂടിയിട്ട് കല്യാണം കഴിച്ച് വന്നത്, അപ്പോൾ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്, പിന്നെ എന്തിനാ എന്നോട് ദേഷ്യം പിടിക്കണമെന്നൊക്കെ വക്കീലിൻ്റെ പോലെ തന്നെ അവൾ പറയുകയാണ്. അപ്പോൾ അങ്ങനെ അവളെ നോക്കിയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സമ്പൂർണ്ണ ആലോചിക്കുകയാണ് അന്നുണ്ടായ കാര്യം. അതായത് ബിനോയ് അവളെ പേടിക്കുന്നില്ല, എന്തോ കാര്യത്തിന് അവൾ പേടിച്ചിട്ട് അവളെ വിവാഹം ചെയ്തിട്ടില്ല. അപ്പോൾ ആ കാര്യം അവൾ ആലോചിക്കുകയാണ്. ആദ്യം ബിനോയ് കാറിൽ പോകുന്നതാണ് കാണിക്കുന്നത് ഒരു രാത്രി. അപ്പോൾ അങ്ങനെ ആ വണ്ടി ഒരാളെ ഇടിച്ചിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സമ്പൂർണ്ണയുടെ അമ്മയും പിന്നെ അച്ഛനൊക്കെ കൂടിയിട്ട് അതിന് ആ ശരീരത്തെ വെള്ള പുതച്ചിട്ട് കെടുത്തിയിട്ട് മാലൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ബിനോയ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സമ്പൂർണ്ണ അമ്മയും കൂടി സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ കെടുക്കുന്ന ആൾ ആ വണ്ടി ഇടിച്ച് എടുക്കുന്ന ആ ശരീരമല്ലേ, ആൾ മരിച്ചിട്ടില്ല, പക്ഷെ ഈ ബിനോയോട് അവർ മരിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഏതോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അനിരുദ്ധിൻ്റെയും ബോന്ദിതയ്ക്കൊക്കെ. അപ്പോൾ അത് അനിരുദ്ധും ബോന്ദിയും എല്ലാവരും അറിഞ്ഞാൽ ബിനോയിനെ വെറുക്കൂലോ, അനിരുദ്ധും ബോന്തി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകൂലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ബിനോയ് പേടിച്ചിട്ട് അവളെ കല്യാണം കഴിച്ചിട്ടുള്ളത്. പിന്നെ അനിരുദ്ധിൻ്റെ ബോന്തേനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അനിരുദ്ധ് ബോന്തയ്ക്ക് മാപ്പൊക്കെ കൊടുക്കുന്നുണ്ട്, ഇനി ഇവളോട് മിണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. ആ പിണക്ക് അങ്ങനെ മാറ്റുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇങ്ങനെ വക്കീലിൻ്റെ പോലെ പറയാനൊക്കെ നിനക്ക് എവിടുന്നാ ഈ ഇതൊക്കെ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയാണ്, നിങ്ങൾ ഈ കോടതിയിൽ പോയിട്ട് വാദിക്കാറില്ലേ, അപ്പോൾ അതൊക്കെ ഞാൻ ഒളിച്ചു നിന്ന് കാണാറുണ്ട്, അപ്പോൾ അങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് അവൻ ചിരിക്കുന്നുണ്ട്. പിന്നെ അവൻ പറയുന്നുണ്ട്, നീ ഈ വീട്ടിൽ നിന്ന് മരുമോളല്ലേ, അപ്പോൾ ഇനി നമ്മൾക്ക് നാളത്തെ പരിപാടിയുടെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഗിഫ്റ്റൊക്കെ പൊതിയുന്നുണ്ട്. അപ്പോൾ ഇത് സമ്പൂർണ്ണ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൾ മനസ്സിൽ ആലോചിക്കുകയാണ്, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ത്രിലോചൻ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് അവൾ ആലോചിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ചടങ്ങുകളൊക്കെ നടക്കേണ്ട ദിവസമാണ് അത്. അപ്പോൾ സമ്പൂർണ്ണനെ ഒരുക്കാൻ വേണ്ടിയിട്ട് ബോന്ദിത വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ സമ്പൂർണ്ണയോട് അവളുടെ അമ്മ ഓരോ ദുഷ്ടത്തരം പിന്നെ അവളുടെ മനസ്സിൽ കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ അവളാണ് ഈ വീട്ടിലത്തെ വലിയ ആൾ. അപ്പോൾ ഇനി ഈ ലോക്കറിൻ്റെ ചാവിയും ഒക്കെ അവളോട് മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ബോന്ദിതേനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അമ്മ അവളെ നോക്കുന്നുണ്ട്.
അങ്ങനെ ബോന്തിത്ത നല്ല സ്വർണ്ണാഭരണങ്ങളും സാരിയൊക്കെ കൊടുന്നിട്ട് സമ്പൂർണ്ണനെ ഒരുക്കുന്നുണ്ട്. അതിനുശേഷം അവൾ പോയിട്ട് കാക്കാ സസുർജീനെ, അതായത് ത്രിലോചനെ, ത്രിലോചൻ പറഞ്ഞിട്ടുണ്ടാവുക ഇനി ഈ ചടങ്ങുകളിലൊന്നും ആൾ പങ്കെടുക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ അവൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ആളെ സമ്മതിപ്പിക്കുകയാണ് ഈ ചടങ്ങിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അനിരുദ്ധും ബോന്ത എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം ബോന്ത എല്ലാവരോടും പറയുന്നുണ്ട് ഞാനും പത്തിബാബും കൂടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമിനെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡാൻസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണുക. അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാ ചടങ്ങുകളോടെ നടക്കുന്നുണ്ട്. സമ്പൂർണ്ണയും അച്ഛനും കൂടിയിട്ട് ചെയ്യുന്നുണ്ട്. ശേഷം സമ്പൂർണ്ണ ത്രിലോചൻ്റെ അടുത്ത് പോയിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ചോദിക്കുകയാണ് ഇനി ഞാൻ ഇവിടുത്തെ വലിയ മരുമോളല്ലേ, അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇവിടുത്തെ എല്ലാം നോക്കി നടത്തിയിട്ടൊക്കെ ക്ഷീണിച്ചുണ്ടാവില്ലേ, ഇനി അതൊന്നും ഓർത്ത് പേടിക്കണ്ട, അതെനിക്ക് തന്നാൽ മതി, ഞാൻ എല്ലാം നല്ല പോലെ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ലോക്കറിൻ്റെ ചാവി സമ്പൂർണ്ണ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ചോദിക്കുന്നതുകൊണ്ട് തന്നെ ത്രിലോചന അത് കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ത്രിലോചന അവളുടെ കയ്യിലേക്ക് അത് കൊടുക്കുന്നുണ്ട്. മനസ്സിലത് കൊടുക്കുന്നുണ്ട്. ശേഷം ത്രിലോചന അവളോട് പറയാണ് അല്ല നീ ഇവിടുത്തെ വലിയ മരുമോളല്ലേ, അപ്പോൾ ഇവിടുത്തെ മരുമോൾക്ക് നീ തന്നെയല്ലേ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ കൊടുക്കേണ്ടത്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആശീർവാദമായിട്ട് കൊടുക്കുക ഈ ലോക്കറിൻ്റെ ചാവിയാണ്, അപ്പോൾ നീ ഇവിടുത്തെ മരുമോൾക്ക് ഈ ചാവി കൊടുക്കാൻ വേണ്ടിയിട്ട് ത്രിലോചൻ പറയാണ്. അപ്പോൾ ത്രിലോചന് അവിടെ ശരിക്കും ബുദ്ധി ഉപയോഗിച്ചേക്കാണ്. ആ ചാവി ബോന്തയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആൾ പറയുന്നത്. എന്നിട്ട് ത്രിലോചൻ ബോന്തയോട് പറയുന്നുണ്ട് നീ പോയിട്ട് അനുഗ്രഹം വാങ്ങ് നിൻ്റെ അമ്മായിയമ്മയുടെ, അപ്പോൾ നിനക്ക് ആ ചാവി തരാതെ നീ അവിടെ എണീക്കണ്ടെന്നും ബോന്തയോട് പറയുന്നുണ്ട്. അപ്പോൾ ബോന്ത പോയിട്ട് സമ്പൂർണ്ണയുടെ കാല് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ആ ചാവി എനിക്ക് തരാതെ ഞാനിവിടുന്ന് എണീക്കില്ല, എനിക്ക് അനുഗ്രഹം തരാതെ ഞാനിവിടുന്ന് എണീക്കില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സമ്പൂർണ്ണയ്ക്ക് അത് ബോന്തയ്ക്ക് കൊടുക്കേണ്ടി വരികയാണ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ സമ്പൂർണ്ണ ആകെ വിഷമിച്ചിട്ട് അവളുടെ അമ്മയുടെ അടുത്ത് പോകുന്നുണ്ട്. അമ്മേനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പിന്നെയും അവളുടെ മനസ്സിൽ ദുഷ്ടത്തരം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ബോന്തയുടെ കയ്യിൽ നീ അത് മേടിക്കുക തന്നെ വേണം എങ്ങനെയെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അവളെ ദുഷ്ടത്തി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ അമ്മ ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് ബോന്തയാണ്. അവൾ പൂജാമുറിയിൽ ആ ചാവിയൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവൾക്ക് ത്രിലോചൻ വരുന്നുണ്ട്, അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് എൻ്റെ സമ്മതമല്ലാണ്ട് നീ ഇത് വേറെ ആർക്കും കൊടുക്കാൻ വേണ്ടി പാടില്ല, നീ ഇത് അത്രയും സൂക്ഷിച്ച് നോക്കണം എന്നൊക്കെ ത്രിലോചൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ ത്രിലോചന് വാക്ക് കൊടുക്കുകയാണ് ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല, ഇത് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെക്കും, ത്രിലോചൻ്റെ അതായത് കാക്കാ സസുർജിയുടെ സമ്മതമില്ലാണ് ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല എന്ന് ത്രിലോചനോട് ബോന്തിത വാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ സമ്പൂർണ്ണനെ അടിക്കുന്നുണ്ട്. അപ്പോൾ അവൾ തന്നെ എന്ന് പറയാണ് ഞാൻ എന്തായാലും ബോന്തയുടെ കയ്യിൽ നിന്ന് ആ ചാവി മേടിക്കുക തന്നെ ചെയ്യും, ഞാൻ ഈ വീട്ടിൽ വലിയ അധികാരം ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്നവൾ തന്നെ എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അനിരുദ്ധിനെ ഇമോഷണലായിട്ട് കയ്യിലെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അവൾ പറയുന്നുണ്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ തന്നെ എല്ലാവരും മുമ്പിലും തല കുനിച്ച് നടക്കേണ്ടി വരും, ത്രിലോചന ഒന്നും എന്നെ തീരെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ എന്താ പറയുക അവനാകെ തളർത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ബോന്ത അങ്ങോട്ട് വരുന്നത് ചാവിയായിട്ട്. അപ്പോൾ അനിരുദ്ധ് പറയുന്നുണ്ട് നീ ആ ചാവി എടുത്തിട്ട് നിന്റെ സമ്പൂർണ്ണ ചേച്ചിക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ അവളത് പെട്ടെന്ന് കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവൾ ആലോചിക്കുകയാണ് ത്രിലോചൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്നിട്ട് അവൾ പറയണ എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അനിരുദ്ധ് അവളോട് പറയുന്നുണ്ട് നിനക്ക് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല, നിന്റെ ചേച്ചിയല്ലേ, ഇപ്പോൾ നിന്റെ അമ്മയും കൂടിയല്ലേ, നീ എന്താ കൊടുക്കാത്തെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് അല്ല ത്രിലോചൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആളുടെ സമ്മതമില്ലാണ്ട് ഞാൻ എങ്ങനെ ഇത് കൊടുക്കുക, എൻ്റെ ആണെങ്കിൽ ഇപ്പോൾ കൊടുക്കാം, എൻ്റെ എന്ത് വേണേലും ചോദിച്ചോട്ടെ, എൻ്റെ സാരിയോ എൻ്റെ ആഭരണങ്ങളോ എന്ത് വേണമെങ്കിലും സമ്പൂർണ്ണ ചേച്ചിക്ക് ഞാൻ കൊടുക്കാം, പക്ഷേ എൻ്റേതല്ലാത്ത സാധനം ഞാൻ എങ്ങനെ ഇപ്പോൾ ഒരു മറ്റൊരാൾക്ക് കൊടുക്കാമെന്ന് ബോന്ത പറയുമ്പോൾ അനിരുദ്ധിനും അത് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധ് സമ്പൂർണ്ണയോട് പറയുന്നുണ്ട് ഇപ്പോൾ അവളും പറയുന്നത് ശരി തന്നെയാണ്, കാരണം സമ്മതമില്ലാണ്ട് അത് കൊടുക്കാനും പറ്റില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഇവളുടെ കയ്യിൽ നിന്ന് ആ ചാവി മേടിക്കുക തന്നെ ചെയ്യുമെന്ന് മനസ്സിലാലോചിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബോന്തനെയാണ്. ബോന്തിത രാവിലെ തന്നെ സമ്പൂർണ്ണനെ നോക്കുന്നുണ്ട് റൂമിൽ പോയിട്ട്, പക്ഷെ അവളിനെ അവിടെ കാണുന്നുണ്ടാവില്ല. അപ്പോൾ ബോന്ത ഓടിപ്പോയിട്ട് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ത്രിലോചന് കൊണ്ടു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് സമ്പൂർണ്ണ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കുടിച്ച് നോക്കിയ ത്രിലോചന് മനസ്സിലാവാണ് അത് ബോന്തയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അവളോട് പറയുന്നുണ്ട് നീയെല്ലാം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അവൾക്ക് ആകെ എന്താ സങ്കടമാവാണ് നോണ പറഞ്ഞില്ലേ ത്രിലോചനോട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ത്രിലോചൻ പറയണ കുഴപ്പമില്ല ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നീ ഇപ്പം എന്തായാലും ഇവിടുന്ന് പൊക്കോ, എനിക്കിവിടെ കുറേ കണക്കൊക്കെ ചെയ്യാണ്ട്, ആ മുൻഷി പോയേ പിന്നെ ഒരുപാട് കണക്കുകളൊക്കെ എനിക്ക് തന്നെ ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ബോന്ത പറയുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും സഹായിക്കാം കണക്ക് ചെയ്യാമെന്ന് അവൾ പറയുന്നുണ്ട്. പിന്നെ സമ്പൂർണ്ണനെ കാണിക്കുകയാണ്. സമ്പൂർണ്ണ ഒരു വിജനമായിട്ടുള്ള ഒരു സ്ഥലത്തുള്ള ഒരു വീട്ടിലേക്ക് പോവാണ്. ആ വീടിൻ്റെ ഉള്ളിലേക്ക് അവൾ കയറുന്നുണ്ട്. അപ്പോഴാണ് അവിടെ മറ്റേ ആ ശരീരമല്ലേ വെള്ള പുതച്ച ശരീരം, അന്ന് അവരെല്ലാവരും കൂടിയിട്ട് മാലൊക്കെ ഇട്ട് പൂച്ചയായിരുന്നില്ല മരിച്ചു എന്ന് പറഞ്ഞിട്ട് ബിനോയിനെ അടുത്തിരുത്തിയിട്ട്
അപ്പോൾ അതേ ശരീരം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് സമ്പൂർണ്ണ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, അതായത് ആ കിടക്കുന്ന ആളോട് പറയുന്നുണ്ട്, എന്തായാലും നിന്നെ ഈ അവസ്ഥയിലാക്കിയത് എനിക്ക് ഗുണം ഉണ്ടായിട്ടുള്ളൂ, എനിക്കിപ്പോൾ രാജയോഗമാണെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. നിനക്ക് ഇവിടെ തന്നെ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടി വരും എന്നൊക്കെ സമ്പൂർണ്ണ ആ ശരീരത്തോട് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ഒരു ഓറഞ്ച് എടുത്തിട്ട് ഇങ്ങനെ അതിനെ നീരിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴേക്കും പുറത്തുനിന്ന് ആൾക്കാർ വരുന്ന ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ അവൾ അതിട്ടിട്ട് അവിടെ ഇട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് ഓടുന്നുണ്ട്, അതായത് ഹവേലിലേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ ഈ സമയം ബോന്തിത്തെയും ത്രിലോചനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോന്ത കണക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ വിദ്യാലയത്തേക്കൊക്കെ പോയി തുടങ്ങിയോണ്ട് തന്നെ അവൾക്ക് ചെറിയ രീതിയിലൊക്കെ കണക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഈ സമയത്താണ് സമ്പൂർണ്ണ ഓടി വരുന്നത് അവൾ കാണുന്നത്. അപ്പോൾ ആ കണക്കിൻ്റെ ഇടയിൽ തന്നെ അവൾ ആ സമ്പൂർണ്ണയുടെ പിന്നാലെ പോവാണ്. അപ്പോൾ അങ്ങനെ ബോന്തി സമ്പൂർണ്ണ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ചേച്ചി എവിടെയായിരുന്നു ഇത്ര നേരം, അതായത് സമ്പൂർണ്ണ അമ്മ എന്നുണ്ട് വിളിക്കുന്നത്. അപ്പോൾ എവിടെയായിരുന്നു ഇത്ര നേരം, ഇപ്പോൾ ഇനി പൂജയ്ക്കുള്ള സമയമായില്ലേ, അപ്പോൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്ത് ചേച്ചി വേഗം, എന്നാലാണ് കാകാസസുർജിക്ക് ചേച്ചീനെ ഇഷ്ടാവുള്ളൂ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ലപോലെ നടക്കുക തന്നെ ചെയ്യുന്ന സമ്പൂർണ്ണ അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ബോന്തിത്ത കാപ്പി ആയിട്ട് അനിരുദ്ധിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, കോഫി ആയിട്ട്. അപ്പോൾ അവൾ പറയുന്നത് കാപ്പി എന്നാണ്, പക്ഷേ ഹിന്ദിയിലൊന്നും നമ്മൾ പറയുന്ന പോലെ കാപ്പി എന്നൊന്നും അല്ല കേട്ടാ, കോഫിക്ക് പറയാം. അപ്പോൾ അവൻ പറയാണ്, നീ എന്താ ഈ പറയുന്നത്, കാപ്പി എന്നല്ല പറയുക, കോഫി എന്നാണ് പറയാന്ന് പറയുമ്പോൾ പിന്നെ അവൾ തെറ്റിച്ച് പറയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ, ഇങ്ങനെ പറയുന്നതാണ് രസം എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് അനിരുദ്ധിനോട് ചോദിക്കും. അനിരുദ്ധ് പറയാണ്, ഞാനൊരു കേസിൻ്റെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് ഭാഗവും നോക്കുമ്പോൾ രണ്ടാളിലും നല്ല എന്താ പറയുക സത്യമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരാളുടെ ഭാഗം നോക്കുമ്പോൾ ആളാണ് ശരി, മറ്റൊരാളുടെ ഭാഗം നോക്കുമ്പോൾ ആളാണ് ശരി എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം അനിരുദ്ധ എണീച്ച് വന്നിട്ട് ബോന്തോട് പറയാണ്, ഇപ്പോൾ ഇവിടെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ പ്രതി എന്ന് പറയുന്നത് ബോന്തിത്തയാണ് എന്ന് പറയുമ്പോൾ അവൾ ഞെട്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ കള്ളത്തരം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവൾ രസഗുള എടുത്ത് തിന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം ഇങ്ങനെ മുഖത്ത് പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ടാണ് അവൻ പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ അവൾ ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ ടവലൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളത് തുടയ്ക്കുന്നുണ്ട്. പിന്നെ പൂജാമുറിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും പൂജയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പൂജാരി ബോന്തോട് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് പറയുമ്പോഴേക്കും ബോന്ത് പറയാണ്, ഇപ്പോൾ ഞാനല്ലല്ലോ ഇവിടുത്തെ മൂത്ത മരുമോൾ എന്ന് പറയുന്നത് സമ്പൂർണ്ണ ദീദിയല്ലേ, സമ്പൂർണ്ണ ചേച്ചിയല്ലേ, അപ്പോൾ ആളെ കൊണ്ടാണ് ചെയ്യിക്കേണ്ടതെന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ മുന്നിലേക്ക് വരുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ത്രിലോചൻ പറയാണ്, നിൽക്ക്, ഞാൻ അവിടെ ഉള്ള എല്ലാം ശരിക്കും പോലെയാണോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുന്ന് വെച്ചിട്ടുള്ള പ്രസാദങ്ങളും എല്ലാം വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് മാത്രം ചീത്ത സ്മെല്ലടിക്കുകയാണ്. അപ്പോൾ അത് തട്ടിപ്പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചത്ത കിളി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് ത്രിലോചൻ. എന്നിട്ട് നല്ല ചീത്ത പറയുന്നുണ്ട് സമ്പൂർണ്ണനെ, നീ എന്ത് ഈ കാണിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചീത്ത പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സമ്പൂർണ്ണ തന്നെയാവും വേണമെന്ന് വെച്ചിട്ട് ആ എലീനെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ സമ്പൂർണ്ണയുടെ അമ്മ അപ്പുറത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ആ വഴിയിലൂടെ വരുമ്പോൾ, ആ മോളിൽ കൂടെ വരുമ്പോൾ ആ റൂമിൽ നിന്ന് ഇതേ സ്മെല്ല് എനിക്ക് അടിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും കൂടിയിട്ട് അവിടേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ത്രിലോചൻ്റെ റൂമിൽ നിന്നാണ് ഇത് വന്നതെന്നാണ് അവളുടെ അമ്മ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അമ്മയുടെയും മോളുടെയും കളിയാണ് ത്രിലോചനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ എല്ലാവരും ത്രിലോചൻ്റെ റൂമിലേക്ക് എത്തുകയാണ്. എന്നിട്ട് അവിടെ അന്വേഷിക്കുന്നുണ്ട്, അവിടെ ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അവളുടെ അമ്മ തന്നെ അവിടെയുള്ള ഒരു എലിക്കണി എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ത്രിലോചനാകെ ഞെട്ടുകയാണ്, കാരണം ത്രിലോചൻ അങ്ങനെ ഒരു കാര്യം അവിടെ ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാവരും ത്രിലോചനെ കുറ്റപ്പെടുത്തുകയാണ്. ബിനോയ് വരെ നല്ല രീതിക്ക് ത്രിലോചനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് വേണമെന്ന് വെച്ചിട്ടല്ല, സമ്പൂർണ്ണനെ പേടിച്ചിട്ടാണ് ആള് ത്രിലോചനെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ത്രിലോചന ആകെ വിഷമിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനൊന്നല്ല അത് ചെയ്ത്, ഞാനിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ ത്രിലോചൻ പറയുന്നുണ്ട്. പക്ഷെ ആരും അത് കാര്യമാക്കുന്നില്ല. പക്ഷെ ബോന്തിത മാത്രം പറയുന്നുണ്ട്, എൻ്റെ കാക്കാസസുർജി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, കാരണം പൂജ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് എൻ്റെ കാക്കാസസുർജി. പിന്നെ ആൾ എന്തിനാണ് ഈ പ്രസാദത്തിൽ ഇങ്ങനെ ഒരു നീച പ്രവൃത്തി ചെയ്യുന്നതെന്ന് ബോന്ത പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത മാത്രം ത്രിലോചൻ്റെ ഒപ്പം നിൽക്കുകയാണ്. അപ്പോൾ സമ്പൂർണ്ണ പറയുന്നുണ്ട്, എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ത്രിലോചൻ വേണമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്, എന്നെ എല്ലാവരും മുമ്പിൽ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സമ്പൂർണ്ണ നിൽക്കുന്നുണ്ട്. ബോന്തിതാണെങ്കിൽ അവളുടെ വാക്കിൽ ഉറച്ച് നിൽക്കുകയാണ്, കാക്കാസസുർജി ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.